ഹലോ എവ്രി വൺ. ആകാശം എന്ന കഥയുടെ 61ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് അനുപമ അമേരിക്കയിലേക്ക് പോവുകയാണ് എന്ന കാര്യം കനകയോടും ആലീസിനോടും പറഞ്ഞത്. അവൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി പെട്ടെന്ന് ബേസിനിലേക്ക് കൈ കഴുകാനായി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. മോളെ നിൽക്ക്, എനിക്ക് നിന്നോട് വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയാനുണ്ട്. ആലീസ് അവളെ തടഞ്ഞു നിർത്തി. നിന്നോട് എങ്ങനെ ഇത് അവതരിപ്പിക്കണമെന്ന് എനിക്കറിയില്ല, എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല മോളെ, അവർ അനുപമയെ അലിവോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അനുപമ ആലീസിനെ നോക്കി പുഞ്ചിരിച്ചു. വേണ്ട ആൻറ്റി, എനിക്കറിയാം. ആൻറ്റി ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം അതെനിക്കറിയാം. ഇന്നലെ രാത്രി ഞാൻ അമ്മയുടെ മുറിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ രണ്ടാളും സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നു. അനുപമയുടെ കണ്ണുകൾ നിറഞ്ഞു. സംസാരിക്കുന്നതിനിടയിൽ അവളുടെ ചുണ്ടുകൾ വിതുമ്പി. ആൻറ്റി, ഇന്നലെ വരെ ഞാനൊരു അച്ഛനില്ലാത്തവളായിരുന്നു. പിഴച്ച് പ്രസവിച്ച പെണ്ണെന്ന് ചെറുപ്പം മുതലേ കേട്ടു തുടങ്ങിയതാ. എന്നാൽ ഇന്നലെ മുതൽ ഞാൻ ആരും ഇല്ലാത്തവളായിപ്പോയി ആൻറ്റി. അമ്മ പോലും എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അവളുടെ കണ്ണീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. കനകയും ആലീസും ഞെട്ടിപ്പോയി. രാത്രിയിൽ തങ്ങൾ സംസാരിച്ചത് മുഴുവനും അനുപമ കേട്ടിരിക്കുന്നു. മോളെ അനു, നീ അങ്ങനൊന്നും പറയല്ലേ. നീ എൻ്റെ മോള് തന്നെയാണ്. അമ്മയാവാൻ പ്രസവിക്കേണ്ട ആവശ്യമില്ല മോളെ. കനക വേദനയോടെ അവൾക്കരികിലേക്ക് ഓടി വന്നു. വേണ്ട, ഇപ്പോഴെന്നോട് ആരും ഒന്നും പറയണ്ട. എനിക്കറിയാം അമ്മയ്ക്ക് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷേ ഇപ്പോഴെൻ്റെ നെഞ്ചിൽ കുമിഞ്ഞുകൂടുന്ന ചിന്തകൾ അതെന്തൊക്കെയാണെന്ന് പറയാൻ എനിക്കറിയില്ല. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിൽ പോണ സമയത്ത് പോലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാം അച്ഛനും അമ്മയും അവിടെ വരുമായിരുന്നു. അച്ഛൻ എന്നത് അന്നേ മനസ്സിലൊരു നോവായിരുന്നു, വേദനയായിരുന്നു. വലിയ ക്ലാസ്സിലെത്തിയപ്പോൾ പലരും എന്നെ കളിയാക്കിയിരുന്നു. അച്ഛനില്ലാത്ത കുട്ടിയെ അവരെല്ലാം എങ്ങനെയാണ് കാണുക? തന്തയില്ലാത്തവളെന്ന് വിളിച്ച് എന്നെ അധിക്ഷേപിച്ചു. ഒരിക്കൽ പോലും ഞാൻ അമ്മയോട് അതൊന്നും പറഞ്ഞിട്ടില്ല. അന്നെല്ലാം ഞാൻ ആശ്വസിച്ചത് എനിക്കൊരു അമ്മയെങ്കിലും ഉണ്ടല്ലോ. അതുമില്ലാത്ത എത്ര ആളുകളുണ്ട് ഈ ലോകത്ത്. എന്നാൽ എൻ്റെ ഈ ആശ്വാസങ്ങളെല്ലാം ഇന്നലെ തകർന്നു പോയി. എല്ലാം എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു. ഈ ലോകത്ത് ബന്ധവും സ്വന്തവും ഇല്ലാത്ത ഒരു പാഴ് ജന്മമാണ് എൻ്റേത്. എനിക്ക് അമ്മയില്ല, എനിക്ക് ആരുമില്ല. ഉൾക്കൊള്ളാൻ എനിക്ക് ഒരുപാട് സമയം വേണ്ടി വരും. എൻ്റെ മനസ്സിന് ആശ്വസിക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും. തൽക്കാലം ഞാനിപ്പോൾ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണമെന്നാണ് കരുതുന്നത്. ആൻറ്റിയും അമ്മയും എനിക്ക് സമ്മതം തരണം. ഇതെൻ്റെ അപേക്ഷയാണ്. അനുപമ കൈകൾ കൂപ്പി നിന്നു. കനകയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തു പറഞ്ഞാണ് അനുപമയെ സമാധാനിപ്പിക്കേണ്ടതെന്ന് അവർക്കപ്പോൾ അറിയില്ലായിരുന്നു. അവർ പതിയെ ആലീസിൻ്റെ കൈകളിൽ പിടിച്ച് തിരിഞ്ഞു നടന്നു. അനുപമ തൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു. ബാഗെടുത്ത് അവൾ കട്ടിലിലേക്ക് വച്ചു. അലമാര തുറന്ന് കുറേയേറെ ഡ്രസ്സുകൾ അവൾ വാരിയെടുത്തു. അതെല്ലാം കൂടെ ബാഗിലേക്ക് അവൾ കുത്തിത്തിരുക്കി. വാതിൽക്കൽ നിന്നും ആലീസ് അല്പസമയം അവളെ നോക്കി നിന്നു. ദൈവമേ, എൻ്റെ അനുവിന് ഇതെന്തു പറ്റി? അവർ ദൈവത്തോട് അവളുടെ മനസ്സിൽ സമാധാനം നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ആലീസ് ഫോണെടുത്ത് ഒരുപാട് വട്ടം കിരണിനെ വിളിച്ചു നോക്കിയെങ്കിലും അവനെ ലൈനിൽ കിട്ടിയില്ല. ഫോണിൽ നിരന്തരം നോട്ട് റീച്ചബിൾ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം കിരണിനെ അറിയിക്കാൻ വേണ്ടി അവർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവന് വിളിച്ചിട്ട് കിട്ടിയിട്ടേയില്ല. ഇതേ സമയം അവൻ്റെ വീട്ടിൽ, മോനെ കിരൺ, നീ വന്നേ, നമുക്ക് ഉടനെ തന്നെ അനുവിനെ പോയി കാണണം. നിന്റെ വിഷമം ഈ പപ്പയ്ക്ക് മനസ്സിലാകും മോനെ. വർഷങ്ങൾക്ക് മുമ്പ് പപ്പയും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയതാണ്. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ വിട്ടകന്നു പോകുമ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദനയാണ് നമ്മുടെ ഹൃദയത്തിനുണ്ടാവാൻ പോണത്. നീ ലക്ഷ്മിയെയും കൂടെ കൂട്ടിക്കോ. നമുക്ക് സത്യമെല്ലാം അനുവിനെ അറിയിക്കണം. അയാൾ മകനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വണ്ടിയിലേക്ക് കയറി. ഉച്ചഭക്ഷണം കൂടി കനക അനുപമയ്ക്കായി വിളമ്പിക്കൊടുത്തു. അനുവിന് ഒട്ടും വിശപ്പുണ്ടായിരുന്നില്ല. അവൾ എഴുന്നേറ്റ് കൈ കഴുകി റൂമിൽ ചെന്ന് തൻ്റെ ബാഗുമെടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. കനകയും ആലീസും അവളെ നോക്കി പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അമ്മ വീട്ടിലെ മുഴുവൻ ആളുകളും അനുപമ യാത്ര പോകുന്നത് കാണാനായി ചുറ്റിനും കൂടി നിന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി ബായ് പറഞ്ഞ് അവൾ പുറത്തേക്കിറങ്ങി. ഒരേങ്ങലോടെ കനക അവൾക്കൊപ്പം അമ്മ വീടിൻ്റെ മുറ്റത്തേക്ക് ചെന്നു. ഒരു ബലത്തിനെന്നോണം അവൾ ആലീസിൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ചിരുന്നു. ആ അമ്മയുടെ മനസ്സിലൂടെ അനുവിൻ്റെ കുഞ്ഞായിരുന്ന രൂപം തെളിഞ്ഞു വന്നു. ആ കുഞ്ഞ് പിച്ച വച്ച് കൊഞ്ചലോടെ ഈ അമ്മ വീട്ടിലൂടെ ഓടി നടക്കുകയാണ്.
കനക ദയനീയമായ ഭാവത്തോടെ കണ്ണുകൾ നിറച്ച് അനുപമയെ നോക്കി നിന്നു. ഒരിക്കൽ കൂടി തൻ്റെ മകൾ തിരികെ ഓടി വന്ന് അമ്മേ എന്ന് വിളിച്ച് ഈ നെഞ്ചിലേക്ക് വീണിരുന്നെങ്കിൽ എന്നവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. സ്റ്റെപ്പുകൾ ഇറങ്ങി അനുപമ മുറ്റത്തേക്ക് എത്തിയിരുന്നു. അവളുടെ ഹൃദയം പതിവിലധികം പടപടാ മിടിച്ചുകൊണ്ടിരുന്നു. സ്വന്തമല്ലെങ്കിൽ കൂടി തൻ്റെ പോറ്റമ്മയുടെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും അവളും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. എന്നോട് പൊറുക്കണേ അമ്മേ, അവൾ ഒരിക്കൽ കൂടി കനകയെ തിരിഞ്ഞു നോക്കി. നെഞ്ചു പൊട്ടിയുള്ള വേദനയോടെ കനകയുടെ മുഖം അവളെ നോക്കി നിൽക്കുന്നത് അനുപമ കണ്ടു. അമ്മാ! ഒരൊറ്റ ഓട്ടമായിരുന്നു അനുപമ കനകയ്ക്കരികിലേക്ക്. സർവ്വതും മറന്ന് ആ നെഞ്ചിലേക്ക് വീണ് അവൾ പൊട്ടിക്കരഞ്ഞു. ആ മാതൃഹൃദയം വാത്സല്യത്താൽ നിറഞ്ഞു. എൻ്റെ മോളെ! അവർ സ്നേഹത്തോടെ അനുപമയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. ആകാശം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.